നോർമൽ കർവിന് അണ്ടറിലുള്ള ഏരിയ അല്ലെങ്കിൽ പ്രോബബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് സെഡ് വാല്യൂ ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്ന പ്രോബ്ലമാണ് പറയുന്നത്. ഇൻ എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ 5,000 students have appeared for a paper in statistics. Their average mark was 62 and standard deviation was 12. If there are only 100 vacancies, find the minimum marks that one should score in order to get selected. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പേപ്പറിന് 5,000 സ്റ്റുഡൻസ് അപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് അവരുടെ മാർക്സ് നോക്കുമ്പോൾ ഈ 5,000 പേരുടെ മാർക്സ് നോക്കുമ്പോൾ അവരുടെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 62 ആണ്. അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മാർക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ജോബിന് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്, ആ ഒരു എക്സാമിനേഷൻ നടത്തുന്ന ആ ഒരു ജോബിന് 100 വേക്കൻസീസാണ് ആകെ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലെ ഒരു കാൻഡിഡേറ്റ് സെലക്റ്റഡ് ആവണമെങ്കിൽ അയാൾക്ക് മിനിമം എത്ര മാർക്സ് അയാൾ സ്കോർ ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് മിനിമം എത്ര മാർക്സ് കിട്ടിക്കഴിഞ്ഞാലാണ് ആ ഒരു 5,000 പേരിൽ നിന്ന് ആ 100 പേരിൽ, അതായത് ആ 100 വേക്കൻസീസിലേക്ക് അയാൾ സെലക്റ്റഡ് ആവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് 5,000 പേരുടെ മാർക്സിൻ്റെ ആവറേജ് ആണ് 62, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമുക്കിവിടെ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സ് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ എക്സ് വാല്യൂസ് പറയാറുണ്ട്, അത് അവരുടെ ആ എക്സാമിന് അവർ സ്കോർ ചെയ്തിട്ടുള്ള മാർക്സാണ്. ഓക്കെ, ആ മാർക്സിൻ്റെ ആ എക്സ് വാല്യൂസിൻ്റെ മീനാണ് ആ എക്സ് വാല്യൂസിൻ്റെ ആവറേജ് ആണ് 62 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ആവറേജ് മാർക്ക് അല്ലെങ്കിൽ മീൻ വാല്യൂ ആണ് അത് നമുക്ക് തന്നിട്ടുള്ളത്. സോ അവിടെ മീൻ എന്ന് പറയുന്ന മ്യൂ ആണ് ഇവിടെ 62. ഓക്കെ, മ്യൂ ഈക്വൽസ് 62 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 എന്ന് പറയുമ്പോൾ സിഗ്മ 12 ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ വേണ്ടത്, നമുക്കറിയാം നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയറ്റിൻ്റെ ഇക്വേഷൻ Z ഈക്വൽസ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ എക്സിൻ്റെ വാല്യൂസാണ് ഈ എക്സാമിന് അപ്പിയർ ചെയ്തവരുടെ മാർക്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു ഔട്ട് ഓഫ് 100 ഉള്ള എക്സാം ആണെങ്കിൽ ഇപ്പോൾ 1 മുതൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മുതൽ, ഇപ്പോൾ 1 മുതൽ പോസിറ്റീവ് മാർക്സ് മാത്രമാണ്, ഈ 1 മുതൽ 100 വരെ പല മാർക്സും പലർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. 5,000 പേർക്ക് അവരുടെ ആവറേജ് 62 നമുക്ക് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ടത് ഒരു പെർട്ടിക്കുലർ മാർക്ക്, ആ ഒരു മിനിമം മാർക്ക് കിട്ടിയാലാണ് ഇതിന് ഈ എക്സാമിന് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ക്വാളിഫൈഡ് ആവുകയുള്ളൂ. അങ്ങനെയുള്ള നമുക്ക് കട്ട് ഓഫ് മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എക്സാംസിൻ്റെ കട്ട് ഓഫ് മാർക്സ് ആണ് അതിന് സെലക്റ്റഡ് ആയവരെ നമ്മൾ എടുക്കുന്ന മാർക്ക്. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് മാർക്കാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എക്സിൻ്റെ ഏതോ ഒരു വാല്യൂ, ഓക്കെ, അതായത് ഏതോ ഒരു മാർക്ക്, ആ ഒരു വാല്യൂ എത്ര എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു കട്ട് ഓഫ് മാർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ എക്സിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് അറിയണമെങ്കിൽ നമുക്കിവിടെ മ്യൂ നമുക്കറിയാം. ഓക്കെ, 62 എന്ന അതിൻ്റെ മീൻ അറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ Z വാല്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കട്ട് ഓഫ് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ Z വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയുള്ള Z വാല്യൂ ആയിരിക്കണം? അതായത് ഈ 5,000 പേരിൽ നിന്ന് ഈ 100 പേരിലേക്ക്, ആ 100 വേക്കൻസീസിലേക്ക്, അതായത് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന 100 പേരിലേക്ക് സെലക്റ്റഡ് ആവാനുള്ള ആ സ്റ്റുഡൻസിൻ്റെ പ്രോബബിലിറ്റി അറിയണം. ഓക്കെ, ആ പ്രോബബിലിറ്റി കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് അത് വെച്ചുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ Z വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 5,000 പേരിലെ 100 പേരുടെ പ്രോബബിലിറ്റി നമ്മൾ ആദ്യം കാണണം. ഓക്കെ, നമ്മൾക്ക് പറഞ്ഞു there are 100 വേക്കൻസീസ്, ആൻഡ് എക്സാം എഴുതിയവരെന്ന് പറയുന്നത് 5,000 സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 5,000-ൽ ആ 100 പേരുടെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 100/5,000 × 100. അവരുടെ പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ അത് 2% ആണ്. ഓക്കെ, അതായത് 5,000 പേർക്ക് അവിടെ 5,000 പേര് നോക്കുമ്പോൾ അവിടെ 2% വേക്കൻസീസാണ് അവിടെ ഉള്ളൂ. ഓക്കെ, അതിനർത്ഥം 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
2/100 ആണ്. അതായത് 100 പേര് എക്സാം എഴുതിക്കഴിഞ്ഞാൽ അതിൽ 2 പേർക്ക് സെലക്ഷൻ കിട്ടുള്ളൂ, 2 പേർക്കാണ് ജോബ് കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ 5000 പേര് എഴുതിക്കഴിഞ്ഞാൽ 100 പേർക്കാണ് കിട്ടുള്ളൂ. അപ്പോൾ ഈ 2/100 എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ആക്കി എഴുതുമ്പോൾ 0.02 ആണ്. ഓക്കെ, സോറി, അതിൻ്റെ പ്രോബബിലിറ്റി ആക്കി നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പോൾ അതിനർത്ഥം ഈ 5000 പേരിൽ 100 പേര് എഴുതി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ജോബ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഒരാളുടെ ആ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.02 ആണ്. ഓക്കെ, സോ നമുക്ക് ഈ 0.02 എന്ന പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഏരിയ, ഓക്കെ, ഇത് പ്രോബബിലിറ്റി ആണ് അല്ലെങ്കിൽ ഏരിയ ആണ് ഈ 0.02 എന്ന് പറയുന്നത്. അപ്പോൾ 0.02 എന്ന ആ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആ Z വാല്യൂവും ഈ മീനും ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കട്ട് ഓഫ് മാർക്കായ ആ ഒരു X എന്ന ആ ഒരു മാർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്കിതിനെ എഴുതാം. ഇനി Z ടേംസിലേക്ക് മാറ്റി എഴുതിക്കൊണ്ട് നമ്മൾ കർവ് വരച്ച് എഴുതാൻ പോവുകയാണ്, Z വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഇനി നമ്മളിത് നോർമൽ കർവിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഒരു Z വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു Z വാല്യൂവിനെ നമ്മൾ A എന്ന് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ലെറ്റ് A be the Z value at this point. At this point means ആ ഒരു നമ്മൾ കട്ട് ഓഫ് മാർക്ക് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ A എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ P of Z greater than A ആണ് 0.02 എന്ന് പറയുന്നത്. അതായത് ആ A എന്ന ആ ഒരു പോയിൻ്റ് എത്രയാണോ അതിന് മുകളിലുള്ള ഏരിയയുടെ പ്രോബബിലിറ്റിയാണ് 0.2 എന്ന് പറയുക. അതായത് ഇപ്പോൾ നമ്മുടെ കട്ട് ഓഫ് മാർക്കായ X എന്ന് പറയുന്നത് 80 ആണെന്ന് വിചാരിക്കുക. 80 മാർക്കാണ് കട്ട് ഓഫ് എങ്കിൽ നമുക്ക് വേണ്ടത് X greater than 80ൻ്റെ പ്രോബബിലിറ്റിയാണ് വേണ്ടത്. ഓക്കെ, അതായത് ആ കട്ട് ഓഫ് മാർക്കിനേക്കാൾ മുകളിൽ മാർക്ക് കിട്ടിയവരുടെ ഒരു എത്ര പേരാണോ അതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ എന്നതുപോലെ ഇവിടെ A എന്നുള്ള വാല്യൂ എത്രയാണോ അതിന് മുകളിൽ Z വരുന്നവരാണ് നമുക്കിവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ആണ് 0.2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ 0 ആണ്, ഈ ഒരു പോയിൻ്റാണ് നമുക്ക് A എന്ന് എടുക്കുകയാണെങ്കിൽ ഈ Z greater than Aൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതാണ് നമുക്ക് 0.02 എന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആ നമ്മൾ സെലക്ട് ചെയ്യുന്നവരുടെ പ്രോബബിലിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു പോസിറ്റീവ് ഹാഫ് എന്ന് പറയുന്നത് ടോട്ടൽ 0.5 ആണ്. അപ്പോൾ ഇവിടുന്ന് Z greater than A 0.02 ആണെങ്കിൽ 0 മുതൽ A വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.48 ആയിരിക്കും അല്ലേ? ഇത് ടോട്ടൽ 0.5 ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? P of 0 less than Z less than A equals 0.5 minus 0.02. അതായത് നമുക്ക് എപ്പോഴും അറിയാം നമുക്കൊരു Z വാല്യൂ കണ്ടുപിടിക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു Z വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും 0 മുതൽ ആ ഒരു A എന്ന പോയിൻ്റ് വരെയുള്ള ഏരിയ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുക P of 0 less than Z less than A equals ടോട്ടൽ 0.5 ആണ് മൈനസ് 0.02. Z greater than Aൻ്റെ ഏരിയ അതിന്ന് കുറച്ചു, വി ഗെറ്റ് 0.48. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ 0.48 എന്ന ഏരിയ നമുക്ക് ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, 0.48 എന്നതിന് നമുക്ക് 0.4800 എന്ന് എഴുതാം. നമുക്ക് ഏരിയ നോക്കുമ്പോൾ നമുക്കതിൽ 4 ഡെസിമൽ പോയിൻറ്റ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എക്സാക്ട് 0.4800 ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമ്മൾ ടേബിളിൽ നിന്ന് നോക്കുക. ഓക്കെ, സോ 0.4800നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ ആണ് നമ്മൾ ഇനി ഈ ടേബിളിൽ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 0.4803 വരുന്നുണ്ട്. പിന്നെ ഇനി അതിന് തൊട്ട് മുമ്പുള്ള വാല്യൂ നോക്കുകയാണെങ്കിൽ 0.4798 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളത് 0.4800 ആണ്.
അതിനോട് അടുത്ത് നിൽക്കുന്നത് നോക്കുമ്പോൾ അതിൽ നിന്ന് ഈ 0.4798 കുറച്ച് തന്നെ നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത് 0.0002 ആണ്. ഇനി ഇപ്പുറത്തുള്ള 4803 ആണെങ്കിൽ അതും ഈ 0.4800 തമ്മിൽ ഡിഫറൻസ് നോക്കുമ്പോൾ 0.0003 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ നമുക്കറിയാം ആ ഒരു 0002 എന്നുള്ളതാണ് കുറച്ചുകൂടെ അടുത്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് കുറവുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുക 0.4798 എന്ന വാല്യൂ ആണ് അതിനോട് ഏറ്റവും അപ്രോക്സിമേറ്റ് ആയിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ 0.4800ക്ക് പകരം എടുക്കുന്ന ആ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ആ ഏരിയൻ്റെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് വാല്യൂ നോക്കുകയാണ്. സെറ്റ് വാല്യൂ നോക്കുമ്പോൾ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2.0 ആണ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0.05 ആണ്. വിച്ച് മീൻസ് നമ്മുടെ ആ സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2.05 ആണ്. ഓക്കെ, 2.05. സോ നമുക്ക് എഴുതാം ദ നിയറസ്റ്റ് ടേബിൾ വാല്യൂ for 0.4800 ഈസ്, നമ്മളെടുത്ത വാല്യൂ എന്ന് പറയുന്നത് 0.4798 ആയിരുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ടേബിൾ വാല്യൂ ഈസ് 2.05. നമുക്ക് Z വാല്യൂ കിട്ടിയത് 0.4798 Z വാല്യൂ കിട്ടിയത് 2.05 ആയിരുന്നു. ഓക്കെ, സോ Z ഈക്വൽസ് A ഈക്വൽസ് 2.05. ഓക്കെ, that is P of 0 less than Z less than 2.05 ഈക്വൽസ് 0.48. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ ഈ എഴുതിയിട്ടുള്ളത് ആ എ എന്നതിന് പകരം നമ്മൾ 2.05 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് അതിൻ്റെ ഏരിയ ആയിരുന്നു 0.48 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണ്ടിയിരുന്നത് Z വാല്യൂ ആണ്. ആ എ എന്ന വാല്യൂ Z ഈക്വൽസ് 2.05 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ആ ഒരു Z വാല്യൂ കിട്ടി, മ്യൂ നമുക്കറിയാം, സിഗ്മ അറിയാം. അപ്പോൾ ഇത് മൂന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കട്ട് ഓഫ് മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ യൂസിങ് ദ ഫോർമുല Z ഈക്വൽസ് x minus mu by sigma, we can substitute it as 2.05 equals x minus mu എന്ന് പറയുന്നത് 62 ആണ് ബൈ സിഗ്മ എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, ഇനി അതിന് നമുക്ക് എക്സിന് മാത്രം കണ്ടെത്താൻ x minus 62 equals 2.05 into 12. Therefore x equals 24.6 plus 62 minus 62 ഇപ്പുറത്ത് വരുമ്പോൾ plus 62 ആവും. സോ x equals 86.6. ഓക്കെ, 86.6 എക്സിൻ്റെ വാല്യൂ കിട്ടി. സോ ഈ ഒരു എക്സാമിന് 5000 ആ ഒരു 100 വേക്കൻസീസിലേക്ക് സെലക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കിട്ടേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത് 86.6 ആണ്, ആ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ദ മിനിമം മാർക്സ് one should score to get selected. ആ മിനിമം മാർക്സ് എന്ന് പറയുന്നത് 86.6 ആണ്. ഓക്കെ, 86.6.
സോ നമ്മളിവിടെ ചെയ്തത് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. നമുക്ക് 5000 സ്റ്റുഡൻസിൽ 100 വേക്കൻസീസിലേക്ക് സെലക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ കിട്ടേണ്ട മിനിമം മാർക്സാണ് ചോദിച്ചിരുന്നത്. നമുക്ക് മീൻ മാർക്ക്, അവരുടെ ആവറേജ് മാർക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സെഡിൻ്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് Z=X-μ/σ എന്ന ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് എന്ന് പറയുന്നതാണ് ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ സ്കോർ ചെയ്ത മാർക്സ് എന്ന് പറയുന്നത്. എക്സിൻ്റെ പല വാല്യൂസാണ് അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ പല മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ ഏതോ ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഏതോ ഒരു മാർക്കാണ് ഇവിടുത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അതിലേക്ക് സെലക്റ്റഡ് ആവാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത്. ആ മാർക്കാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ എക്സിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ മാർക്ക് കിട്ടണമെങ്കിൽ നമുക്കിവിടെ മ്യൂ ഉണ്ട്, സിഗ്മ ഉണ്ട്. അപ്പോൾ ഈ എക്സിൻ്റെ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z വാല്യൂ കിട്ടണം. ഓക്കെ, സോ ആ Z വാല്യൂ കിട്ടണമെങ്കിൽ നമുക്കറിയാം, Z കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു നോർമൽ കർവിന് അണ്ടറുള്ള ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ 5000 സ്റ്റുഡൻസിന് ആ 100 പേരിൽ പെടാനുള്ള ചാൻസാണ്. ഓക്കെ, അതാണ് ആ ചാൻസാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ 100 ഔട്ട് ഓഫ് 5000 എന്ന് പറയുന്നത് ഇവിടെ 2/100 ആണ്. ഓക്കെ, 2% ആണ് ആ ഒരു 100 പേരിലേക്ക് സെലക്റ്റഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു 2/100 അല്ലെങ്കിൽ 0.02 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചുകൊണ്ട് Z വാല്യൂ കാണുകയാണ്. ഓക്കെ, അപ്പോൾ Z greater than A, അതായത് ആ ഒരു കട്ട് ഓഫ് മാർക്കിനേക്കാളും മുകളിലുള്ളവരുടെ പ്രോബബിലിറ്റി ആണ് 0.2 എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കർവിൽ മാർക്ക് ചെയ്തു. Z greater than A 0.02 ആണെങ്കിൽ നമുക്ക് Z വാല്യൂ കിട്ടണമെങ്കിൽ എപ്പോഴും നമുക്ക് വേണ്ടത് 0 മുതൽ A വരെയുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ 0.5 എന്ന് ഈ 0.02 കുറച്ചപ്പോൾ നമുക്ക് ഇവിടുത്തെ 0.48 എന്ന ആ ഒരു ഏരിയ കിട്ടി. അപ്പോൾ ആ 0.48നോട് ഏറ്റവും അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ കറസ്പോണ്ടിങ് Z വാല്യൂ കണ്ടുപിടിച്ചു. ആൻഡ് ആ Z വാല്യൂ അതുപോലെ ആ മീൻ വാല്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ, ഇത് മൂന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കിട്ടി. ആ എക്സ് വാല്യൂ ആണ് 86.6 എന്ന് പറയുന്നത്. ഓക്കെ, ആ 86.6 ആണ് നമുക്ക് ഇവിടെ ഒരാൾക്ക് ഈ ഒരു എക്സാമ്പിൾ സെലക്റ്റഡ് ആവണമെങ്കിൽ, ആ 5000 100ലേക്ക് സെലക്റ്റഡ് ആവണമെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട മിനിമം മാർക്സ് എന്ന് പറയുന്നത്. ഓക്കെ.